ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. ലേലവിളി കഴിഞ്ഞപ്പോൾ ഒരുപാട് താരങ്ങൾ അൺസോൾഡ് ആയി. പക്ഷേ അവർക്ക് വീണ്ടും ടീമിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും. ഓരോ ടീമുകളും റിസർവായിട്ട് താരങ്ങളെ കണ്ടെത്തിയിരിക്കുകയാണ്. IPL തുടങ്ങുന്നതിന് മുൻപ് ഒരുവിധം എല്ലാ ടീമിലും റീപ്ലേസ്മെന്റുകൾ നടക്കാറുണ്ട്. അതിനുവേണ്ടി താരങ്ങളുമായിട്ട് ഇപ്പോഴേ സംസാരിച്ചിരിക്കുകയാണ്. അൺസോൾഡ് താരങ്ങളെയായിരിക്കും റീപ്ലേസ്മെന്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഇപ്പോഴിതാ മുംബൈ ഇന്ത്യൻസ് വില്യംസണുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. വില്യംസണിനെ എടുക്കാൻ താല്പര്യമുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വില്യംസൺ അടുത്ത IPL കളിക്കാൻ സാധ്യത കൂടുതലാണ്. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടതാണ്. ചെന്നൈ ഇപ്പോൾ റിസർവ് താരമായിട്ട് നോക്കുന്നത് പൃഥ്വി ഷോയെയാണ്. ഋതുരാജും ഡവൺ കോണവിയും CSK ടീമിലുണ്ട്. പക്ഷേ ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ ചെന്നൈ ടീമിന് ആവശ്യം ഒരു ഓപ്പണറെയാണ്. പൃഥ്വി ഷോ മികച്ച ഒരു കളിക്കാരനാണ്. താരത്തെ IPL ആരും എടുത്തില്ല, അൺസോൾഡ് ആവുകയാണ് ചെയ്തത്. ഇതിനുശേഷം പൃഥ്വി ഷോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ CSK ബാക്കപ്പ് താരമായിട്ട് പൃഥ്വി ഷോയെ എടുക്കാനാണ് തീരുമാനം. പൃഥ്വി ഷോയുമായിട്ട് CSK സംസാരിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും ഒരു റീപ്ലേസ്മെന്റ് വന്നാൽ ഉടനടി പൃഥ്വി ഷോ IPL എത്തും, അതും CSKയുടെ ഓപ്പണറായിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാൻ ടീമിന് ഇപ്പോഴത്തെ ഓപ്പണർ ജയ്സ്വാളും സഞ്ജുവുമായിരിക്കും. ബട്ട്ലർക്ക് പകരക്കാരനായിട്ട് ഒരു താരത്തെ രാജസ്ഥാൻ കണ്ടുവച്ചിട്ടില്ല. രാജസ്ഥാൻ ലേലത്തിൽ വാങ്ങുകയും ചെയ്തിട്ടില്ല. ഇനിയൊരു പക്ഷേ സഞ്ജു ഓപ്പണിങ്ങിൽ കളിച്ചില്ലെങ്കിൽ രാജസ്ഥാൻ ടീമിന് ഒരു ഓപ്പണറെ ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ രാജസ്ഥാൻ കണ്ടുവച്ചിരിക്കുന്നത് ഡേവിഡ് വാർണറെയാണ്. വാർണർ ലേലത്തിൽ അൺസോൾഡ് ആയിരുന്നു. രാജസ്ഥാന്റെ കയ്യിൽ അവസാനം പൈസ ഇല്ലാത്തത് കൊണ്ടാണ് വാർണറെ വിളിക്കാതിരുന്നത്. T20 ക്രിക്കറ്റിലെ വെടിക്കെട്ട് ഓപ്പണറാണ് വാർണർ. രാജസ്ഥാൻ ബാക്കപ്പ് താരമായിട്ട് വാർണറെ കണ്ടുവച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷേ IPL 2025 വാർണർ രാജസ്ഥാൻ ടീമിൽ കളിച്ചേക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.